അഭിഷേകമേ ഉള്ളൂ. കുറെ കഴിഞ്ഞപ്പം ആ നല്ലൊരു പെൺകുഞ്ഞ് അവള് പറഞ്ഞു, അങ്കിളെ എല്ലാവരും അങ്ങനെ, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു. ആ പറഞ്ഞതിന് പൊന്നുമോനെ നീ അങ്ങനെ ചെയ്യണ്ട. വായിച്ചു ഏതാ അതിന്റെ മനസ്സിൽ കിട്ടിയില്ലല്ലോ. 1 ശമൂവേൽ 19:23-24. 1 ശമൂവേൽ 19. അങ്ങനെ അവൻ രാമയിലെ നയ്യോത്തിൽ ചെന്നു. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവൻ രാമയിലെ നയ്യോത്തിൽ എത്തും വരെ പ്രവചിച്ചു കൊണ്ട് നടന്നു. അവൻ തന്റെ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞു. അങ്ങനെ ശമൂവേലിന്റെ മുൻപാകെ പ്രവചിച്ചുകൊണ്ട് അന്ന് രാപ്പകൽ മുഴുവനും നഗ്നനായി കിടന്നു. ആകയാൽ ശൗലും ഉണ്ടോ പ്രവാചക ഗണത്തിൽ എന്ന് പറഞ്ഞു വരുന്നു. അപ്പൊ ഇത് ബാധിക്കുമല്ലായിരുന്നോ എന്നാ ചോദിക്കുന്നല്ലേ? പരിശുദ്ധാത്മാവ് ബാധിക്കുകയല്ലായിരുന്നു. ഇവൻ ആകെ കൂടി ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടിരിക്കുക. ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടിരിക്കുമ്പോൾ ആ പ്രവാചകന്മാരുടെ സമൂഹത്തിൽ വന്നപ്പോൾ വേറെ ആരും തുടി പറിച്ചു കളഞ്ഞില്ല. ആരെ കളഞ്ഞുള്ളൂ? ശൗലെ കളഞ്ഞു. അപ്പോൾ അവന് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക മാനസിക നിലയിലായിട്ട് അവനങ്ങനെ പെരുമാറി എന്നുള്ളതാണ്, അല്ലാതെ അത് ദൈവാത്മാവ് ചെയ്തതല്ല. എന്തോ തിരിച്ചില്ല. നിയന്ത്രിക്കാമായിരുന്നോ? നിയന്ത്രിക്കുന്നില്ലെന്നല്ല നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കാല. ഇപ്പൊ നമ്മുടെ ഇടയിൽ ഒരു പാട്ടുണ്ട്, ഇപ്പൊ ദേഷ്യം വരും എല്ലാവർക്കും. ദാവീദെ പോലെ നടനമാടി അപ്പാവെ സ്തോത്തിരിപ്പേൻ. അതിന് താഴെ കഴിയുമ്പം പറയുന്നുണ്ട്, അവൻ തന്നെ താൻ അനാവൃതനാക്കിയത്. ദൈവീയത് അതൊന്നും ചെയ്യല്ലേ. ദൈവ സാന്നിധ്യമാണെന്നുള്ള ബോധം വേണം. ചിലര് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു കേൾക്കാറുണ്ട്, കർത്താവേ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം മറന്നങ്ങ്. അയ്യോ, അങ്ങനെ വേണ്ട, എവിടാന്നുള്ളത് ബോധം വേണം. ദൈവസാന്നിധ്യ ബോധത്തോടെ എന്ന് തന്നെ പ്രാർത്ഥിച്ചോണം. എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? എന്നിട്ട് എന്തും പെരുമാറാമെന്ന. ഇപ്പൊ ആരാധന എന്ന് പറഞ്ഞാൽ എന്തും പെരുമാറുക എന്നാ. സുബോധത്തിന്റെ ആത്മാവാ. ശൗല് അവിടെ പരിഹാസ്യനായി, അപമാനിതനായി, ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോയേച്ച് അവൻ പരിഹാസ്യനാകുന്ന രംഗമാണ്. നമുക്കറിയാമല്ലോ ഇവൻ എന്തിനു വേണ്ടിയാ പോയെന്നൊക്കെ വീട്ടിൽ ചെന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അവൻ എന്തിനു ഇറങ്ങി പുറപ്പെട്ടാന്നറിയാമോ? ഒന്ന് വായിക്കും. 10 അധ്യായത്തിന് ആദ്യം ഒന്ന് വായിച്ച്. അനന്തരം ശൗൽ തന്റെ മകനായ യോനാഥാനോട് സകല ഭൃത്യന്മാരോടും ദാവീദിനെ കൊല്ലണം എന്ന് കൽപ്പിച്ചു. എങ്കിലും ശൗലിന്റെ മകനായ യോനാഥാന് ദാവീദിനോട് വളരെ ഇഷ്ടമായിരുന്നത് കൊണ്ട് യോനാഥാൻ ദാവീദിനോട്, എന്റെ അപ്പനായ ശൗൽ നിന്നെ കൊല്ലുവാൻ നോക്കുന്നു. ആകയാൽ നീ രാവിലെ സൂക്ഷിച്ച് ഗൂഢമായൊരു സ്ഥലത്ത് ഒളിച്ചു പാർക്കുക. അപ്പൊ ഇവന് ഇപ്പൊ ഏത് രംഗത്താ? അഭിഷിക്തനെതിരെ ഇറങ്ങി തിരിച്ചിരിക്കുക. ഇനി 18 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ ദാവീദ് ഓടിപ്പോയി രക്ഷപ്പെട്ടു. രാമയിൽ ശമൂവേലിന്റെ അടുക്കൽ ചെന്നു. ശൗൽ തന്നോട് ചെയ്തൊക്കെ അവനോട് അറിയിച്ചു. പിന്നെ അവന് ശമൂവേലും പുറപ്പെട്ട് നെയ്യോത്തിൽ ചെന്ന് പാർത്തു. ശമൂവേലിനെയും കുന്നുകളിൽ ആകെ കൂടി വൈരാഗ്യത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കവൻ. ശൗൽ ദാവീദിനെ പിടിപ്പാൻ ദൂതന്മാരെ അയച്ചു. മനസ്സിലായില്ലേ? ഇവൻ തെറ്റായൊരു താല്പര്യത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുക. തെറ്റായ താല്പര്യത്തിന് ഇറങ്ങി തിരിച്ച് ഇവൻ തന്റെ അധികാരവും ആയുധവും ഒക്കെ കാണിച്ച് ദാവീദിനെയും പ്രവാചകനെയും വകവരുത്താൻ ശൗലിനെ ദാവീദിനെ കൊന്നുകളയും ശമൂവേലിനെ തടങ്കിലാക്കുകയും ചെയ്യാൻ സാധ്യതയുള്ള സന്ദർഭമാണ്. മനസ്സിലാവുന്നുണ്ടേ? അതിനങ്ങോട്ട് ചെന്നവരൊക്കെ പ്രവാചകന്മാരെ കണ്ടപ്പോൾ കൂട്ടത്തിൽ അങ്ങ് പ്രവചിക്കാൻ തുടങ്ങി.
അവന്മാരെല്ലാം പ്രവചിച്ചു. എന്നാൽ ഞാൻ ചെന്ന് പിടിച്ചോട്ട് പോരാന്ന് പറഞ്ഞ് ആര് ഇറങ്ങി തിരിച്ചു? ശൗല്. അവൻ ചെന്നപ്പോ അതിനേക്കാൾ നാണം കിട്ടും. കായിക ബലം കാണിക്കാൻ ചെന്നവനെ ദൈവം പരിഹാസ്യനാക്കുന്ന രംഗമാണ് നമ്മളവിടെ കാണുന്നത്. വളരെ അസാധാരണമായ ദൈവിക ഇടപെടലാണ്. നമ്മളതൊരു മാതൃകയായി എടുക്കാൻ പാടില്ലാത്തതാകുന്നു. അപ്പോൾ അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ ദൈവവചനം വായിക്കുമ്പോഴും സുബോധം നഷ്ടപ്പെട്ട ആരും ഒന്നും പറയുന്നില്ല. അത് പുറത്തുള്ള കാവ്യമതങ്ങളിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. കാവ്യമതങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അറിയാമല്ലോ, ഇവിടെയുള്ള മറ്റ് പല മീൻസ് കാവ്യമതങ്ങളെന്ന് പറയും മറ്റു മതങ്ങളെ. ആ മതങ്ങളിലൊക്കെ ഉറഞ്ഞുതുള്ളി, തുമ്പിതുള്ളി, വെളിച്ചപ്പാടായി, അറിയാമല്ലോ, തൻ്റെ തന്നെ ആ വ്യക്തിത്വം അവിടെ അമർച്ച ചെയ്യപ്പെട്ട് മറ്റൊരു ശക്തിക്ക് വിധേയപ്പെട്ട് ബാധിക്കപ്പെട്ട് ഇവന്റെ ആളത്വം പോലും നഷ്ടപ്പെട്ട് പെരുമാറും. അതുപോലല്ല പരിശുദ്ധാത്മാവ്. ഇപ്പൊ വ്യത്യാസം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നീ അഭിഷിക്തനാണോ? നീ സുബോധമുള്ളവനാ. ഇപ്പം വന്ന് ആത്മാവിന്റെ ഏറിയ അളവ് വരുമ്പോൾ എന്തുവന്ന ബോധം കെടുന്നത്. വലിയ അനുഗ്രഹമാണെന്നാ പറയുന്നത്. സഹോദരങ്ങളെ, അതോ ഇതോ ഏതാണ് ഇനിയിപ്പോ ദൈവാത്മാ അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും എന്ന് പറഞ്ഞ് തലേ ചൊറിഞ്ഞുകൊണ്ട് ഒത്തിരി പേരങ്ങ് പോവുക. അതെങ്ങനെ ശരിയാകുന്നേ? ദൈവവചനം അൺഈക്വിവോക്കലാണ്. അൺഈക്വിവോക്കൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാഖ്യാനിക്കാൻ മേലാത്തതാ. ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വെന്ന. കർത്താവ് പറയുന്നത് ആമേൻ, ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, അല്ലേ? അതുപോലെ നെഗറ്റീവ് ആണെങ്കിൽ ലൂക്കോസ് 13-ാം അധ്യായത്തിൽ ശീലോഹാമിലെ ഗോപുരം വീണ് അപൂർവത്തിനിടെ അവർ യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരെക്കാളും അധികം പാടുകളാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ ചോദിച്ചത് കർത്താവിനെ മറുപടി പറയുന്നു, അല്ല അല്ല. യേസ് എന്നാണെങ്കിൽ ആമേൻ ആമേൻ, നോ എന്നാണെങ്കിൽ അല്ല അല്ല. ഇതാ ദൈവവചനം. ശരിയായിരിക്കാമെന്നും പറഞ്ഞ് തലേ ചൊറിഞ്ഞുകൊണ്ട് പോകുന്നത് നിരുത്തരവാദപരമാണ്. ശുശ്രൂഷകന്മാർ അങ്ങനെയൊന്നും പാടില്ല. എന്തോ ജനത്തിന്മേൽ വ്യാജ വ്യാപാരങ്ങൾ ഉണ്ടാകുന്ന യാതൊരു വഴികളും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. സഹോദരങ്ങളെ കേട്ടെ, ഏതായാലും ഞാനൊന്ന് ഊതിയാൽ ഈ പാസ്റ്റർ വീഴുകയല്ല. പക്ഷെ ഞാൻ ഊതിയപ്പോ അദ്ദേഹം വീഴുന്നു. അപ്പൊ എന്റെ ഊത്തിനകത്ത് എന്റെ ആയമല്ല വേറെ ഏതാണ്ടുണ്ടെന്നർത്ഥം. സമ്മതിച്ചോ? അത് രണ്ട് ശക്തികൾ ഇവിടെ ഉണ്ട്. ഒന്ന് പരിശുദ്ധാത്മ ശക്തി, രണ്ട് പിശാചിന്റെ ശക്തി. പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യുന്നില്ലെന്ന് പറയുന്നു. പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാം. അഭിഷേകം ചെയ്യുകയുള്ളൂ, ബലാത്കാരം ചെയ്ത് കീഴ്പ്പെടുത്തുകയില്ല. തന്നെയല്ല, ഇങ്ങനെ ഊതി വീണ് കൈയെടുത്ത് തിരുമ്മി ചെന്നിക്ക് തിരുമ്മി മറിച്ചിട്ട് നടുവുളുക്കി. അമേരിക്കയിൽ ബെനീഹിനെതിരെ, പേര് പറയുന്നതുകൊണ്ട് ദേഷ്യമൊന്നും തോന്നല്ല, അദ്ദേഹത്തിനെതിരെ $1 മില്യൺ കോടതി ഒരിക്കൽ വിധിച്ചു. ഒരു സ്ത്രീക്ക് പിടിച്ചു തള്ളിയിട്ടു, വീണു, നടുവുളുക്കി, നട്ടലിന്റെ കണ്ണിക്ക് പ്രശ്നം ഉണ്ടായി, സുഷുമ്ന കണ്ടത്തെ ബാധിച്ചു, താഴോട്ട് തളർന്നുപോയി. $1 മില്യൺ, ഒരു $10 ലക്ഷം കോടതി. ഒന്നുമില്ലെന്ന് പറഞ്ഞാ കോടതി പറഞ്ഞു ഇത് വരുത്തിയ ഇതിന് ഒന്നുമില്ല, എന്നാലും ഇത്രയെങ്കിലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ കൊടുത്ത്. ഇവിടെ പല പട്ടണങ്ങൾ, ഇന്ത്യയിലെ പല പട്ടണങ്ങളിലും ഇത് സംഭവിച്ചു. ഈ അടുത്ത സമയത്ത് ഒരു സഹോദരൻ വീണ് കൈ ഒടിഞ്ഞവൻ, അദ്ദേഹത്തെ ഞാൻ കണ്ടു. പരിശുദ്ധാത്മാവ് ഈ പണിയൊന്നും ചെയ്യുന്നതല്ല. ഇത് പരിശുദ്ധാത്മാവ് ചെയ്യുന്നില്ലെങ്കിൽ